വേറൊരുത്തൻ ചോല് കൈയിട്ട് അവനെടുത്തതും ബാക്കിൽ നിന്ന് ഒരാളടിച്ചു. അപ്പോൾ തന്നെ തലേൻ്റെ ബാക്ക് കൈ വെച്ചപ്പോൾ വേറൊരുത്തൻ വീണ്ടും വന്ന് ചെള്ളക്ക് ബാക്കിൽ നിന്ന് തന്നെ അടിച്ച്. വന്ന ഉടനെ തന്നെ ഒരു വിറയലാണ് വന്നത്. വിറച്ച് പിന്നെ അങ്ങനെ ഭക്ഷണം പിന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പേടിച്ച് വിറച്ച് എന്തൊക്കെയോ പറയുന്നത് കിടന്നെടുത്തത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് സംഭവം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയെ ചൊല്ലിയാണ് മർദ്ദനമെന്നാണ് പറയപ്പെടുന്നത്. വിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോയിൽ ചിരിച്ചതെന്തിനാണ് എന്ന് ചോദിച്ചാണ് സംഘം ചേർന്ന് ആക്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കഴുത്തിനുൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥി വടകര CM ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾ സ്കൂളിലും വടകര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ താൽക്കാലികമായി സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച പേരൻറ്റ്സ് മീറ്റിംഗ് ആയിരുന്നു. വൈകുന്നേരം ഒരു 3:30 സമയത്ത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സത്തെ ഉമ്മാനോട് ഫോൺ ചോദിച്ച് അപ്പോൾ തന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രണ്ട് അതെടുത്ത് ഇൻസ്റ്റയിലിട്ട്. അതിൽ ഞങ്ങൾ 3 ആളേലും ചിരിച്ചിരുന്നത്. അപ്പോൾ മെഞ്ഞാന്ന് വൈകുന്നേരം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ ഒരുത്തൻ വന്ന് എൻ്റെ കോളർ പിടിച്ചിട്ട് ഇനി ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ടൊരു കുറച്ച് ആൾക്കാർ നടുവിൽ ഇട്ടിട്ട് എന്നോട് പറഞ്ഞ് ഇനി എന്തിനാ ഫോട്ടോ ചിരിച്ചേ, ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കണം അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് അവൻ വിട്ടേരം വേറൊരുത്തൻ ചോല് കൈയിട്ട് അവനെടുത്തതും ബാക്കിൽ നിന്ന് ഒരാളടിച്ചു. അപ്പോൾ തന്നെ തലേൻ്റെ ബാക്ക് കൈ വെച്ചപ്പോൾ വേറൊരുത്തൻ വീണ്ടും വന്ന് ചെള്ളക്ക് ബാക്കിൽ നിന്ന് തന്നെ അടിച്ച്. പിന്നെ തൊണ്ടൊക്കെ എന്തോ ചെയ്തു, പിടിക്കുകയോ വരയായിട്ട് ചെയ്തു. അന്നേരം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് തന്നെ മാറ്റിക്കൊണ്ടുപോയി മുഖം കൈകി തന്നു. അങ്ങനെ വീണ്ടും പോലെ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറി. അപ്പോൾ അവിടുത്തെ ബേക്കറിക്കാരനാണ് സാറിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞത്. നഖം കൊണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അവിടെ സൈഡിലുണ്ടേനു. പക്ഷെ ഒരു ചുറ്റും നിൽക്കുന്നതുകൊണ്ട് അധികം കാണാൻ പറ്റിയില്ല. ഒരു 10ാം ക്ലാസ്. ഇല്ല, എനക്കാകെ അതിൽ എന്നെ വിളിച്ചുകൊണ്ടതിനെ മാത്രമേ അറിഞ്ഞൂടോ. ബാക്കി ആരും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഗ്രൗണ്ടിൽ നിന്ന് കുറേ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് കുറേ ബസ്സും വണ്ടിയും പിന്നെ PTA മീറ്റിംഗ് കഴിഞ്ഞു അന്ന് 8ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ അവിടെ കുറേ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വേമുണ്ട ഞാൻ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് 2 കൊല്ലം. ഇപ്പോൾ 2ാമത്തെ. എന്നെ കോളർ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ പുറത്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഭാഗത്തേക്ക് വീണ്ടും വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു നമ്മളൊരു പ്രശ്നവും ഇല്ല. എന്നിട്ട് എൻ്റെ കീശയിലൊക്കെ ഒരു ഐസ്ക്രീം ഇട്ട് എന്നിട്ട് പറഞ്ഞു ഇതിന് തന്നെ തിന്നണം, വേറെ ആയിരിക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇപ്പുറം തന്നെ എൻ്റെ ഒരു ചങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞ് ഇനിങ്ങാനും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അടിയിട്ടു എന്ന് പറഞ്ഞ്. പിന്നെ പോകാൻ നോക്കുന്നേരം വീണ്ടും പറഞ്ഞ് അടുത്ത് എനിക്ക് അടിയിട്ടുവെന്ന് പറഞ്ഞു. ഇല്ല. ഞാൻ വൈകിട്ട് 5 മണിക്കേനു സാർ എന്നെ വിളിച്ചത്. ഇങ്ങനെ മോനുണ്ട് ചെറിയ പരിക്ക്, സ്കൂളിലെ കുട്ടികൾ ഉന്തും തള്ളുമായിട്ട് ചെറുങ്ങനൊരു പിന്നെ കഴുത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വാണ്ടിട്ടുണ്ട്. എന്ത് പറ്റിയ അത് പിന്നെ കുട്ടികളെ തമ്മാമല്ല ഇങ്ങനെ ചെറിയ ഒരു മുറിവാളും. എൻ്റെ ശരീരം വെളുത്ത ശരീരമായതുകൊണ്ട് ചെറുങ്ങനെ അത് മുഴച്ച് കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മോനിൽ പേടിയുള്ളത് ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ സാർ ഓൻ്റെ അടുത്ത് നിന്ന് ഫോൺ കൊടുക്കും എന്നിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനോടെ നിന്നോ, ഞാൻ ഓട്ടോ പറഞ്ഞേക്കാം പിന്നെ എന്നെ പറഞ്ഞപ്പോൾ ഓട്ടോ എനിക്ക് ഒറ്റയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മരുവനെ പറഞ്ഞയച്ചപ്പോൾ സാറ് വിളിച്ചതിന് 5 മണിക്കാണ്. മരുവനെ പറഞ്ഞയക്കുമ്പോഴത്തേക്ക് സമയം 5:30 ആയിപ്പോയി. അതിന് ശേഷം പിന്നെ ഞാൻ അവനെ ഹോസ്പിറ്റലിലെത്തുമ്പോൾ മരുവനവിടെ എത്തി. അതിന് ശേഷം ഫോട്ടോ എടുത്തത്. പിന്നെ നേരെ അപ്പോഴത്തേക്ക് ഈ കവളത്തടിച്ച് ചിണർത്ത് നിന്നതൊക്കെ അങ്ങ് അമർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഡോക്ടർ പരിശോധിച്ച് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയതിന്
അന്ന് രാത്രി അവന് വന്ന ഉടനെ തന്നെ അവന് വിറയലാണ് വന്നത്. വിറച്ച് പിന്നെ അങ്ങനെ ഭക്ഷണം പിന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ജ്യൂസ് കുടിച്ച് പിന്നെ അവനെ കിടന്ന് പിന്നെ എണീറ്റ് എന്തൊക്കെയോ പേടിച്ച് വിറച്ച് എന്തൊക്കെയോ പറയുന്നത് കിടന്നിട്ട്. പിന്നെ രാവിലെ തന്നെ അയാൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറെ കണ്ട്. ഡോക്ടർ CT സ്കാൻ എടുക്കാൻ എല്ലാം പറഞ്ഞ് അന്നേരം സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പരാതി കൊടുത്ത്. അപ്പോൾ പിന്നെ മാഷത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ആ സ്റ്റേയിൽ ഇന്ന് പിന്നെ 10 മണിക്കേക്ക് ഇവിടെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെല്ലാം പോയി പിന്നെ അവിടെ രക്ഷിതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ